ഹരിയാനയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ ബി.ജെ.പി. സർക്കാരിന് വിജയം. മുഖ്യമന്ത്രി നയാബ് സൈനി സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. ശബ്ദ വോട്ടോടെയാണ് വിശ്വാസ പ്രമേയം പാസ്സായത്. 90 അംഗ സംസ്ഥാന നിയമസഭയിൽ ബി.ജെ.പിക്ക് നിലവിൽ 41 അംഗങ്ങളുണ്ട്. കൂടാതെ 7 സ്വതന്ത്രരിൽ 6 പേരുടെയും ഹരിയാന ലോക്ഹിത് പാർട്ടി എം.എൽ.എ ഗോപാൽ കാണ്ഡയുടെയും പിന്തുണ കിട്ടി. ജെ.ജെ.പിയുടെ 5 എം.എൽ.എമാർ ബി.ജെ.പി. പാളയത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന് ജെ.ജെ.പി. എം.എൽ.എമാർക്ക് വിപ്പ് നൽകിയിരുന്നു. എന്നാൽ 4 എം.എൽ.എമാർ വിപ്പ് ലംഘിച്ച് സഭയിലെത്തി. പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസിന് 30 അംഗങ്ങളും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന് 1 എം.എൽ.എയുമാണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള ഭിന്നതകൾക്കിടെയാണ് ജെ.ജെ.പിയും ബി.ജെ.പിയും തമ്മിലുള്ള സഖ്യം പിളർന്നത്. പിന്നാലെ മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും നയാബ് സൈനി ആ സ്ഥാനത്തേക്ക് എത്തുകയുമായിരുന്നു. മനോഹർലാൽ ഖട്ടറിൻ്റെ വിശ്വസ്തനാണ് നയാബ് സിംഗ് സൈനി. അദ്ദേഹത്തിന് ബി.ജെ.പിയിൽ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുണ്ട്. 1996 ഹരിയാന ബി.ജെ.പിയുടെ സംഘടനാ ചുമതല പാർട്ടി നയാബ് സിംഗ് സൈനിയെ ഏൽപ്പിച്ചിരുന്നു. 2022 അംബാല ബി.ജെ.പി. യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി. 2012 നയാബ് സൈനിയെ അംബാല ജില്ലാ പ്രസിഡന്റായി നിയമിച്ചു. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാരായൺഗഡിൽ നിന്ന് നിയമസഭാ സീറ്റ് നൽകുകയും അദ്ദേഹം നിയമസഭയിലെത്തുകയും ചെയ്തു. 2016 ഖട്ടർ മന്ത്രിസഭയിൽ മന്ത്രിയായി. 2019 കുരുക്ഷേത്ര ലോക്സഭാ മണ്ഡലത്തിൽ 3,85,000 വോട്ടിന് വൻ വിജയം കരസ്ഥമാക്കി നിയമസഭയിലെത്തുകയും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ എത്തുകയും ചെയ്തു.